ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാര സന്ദേശം ശ്രവിക്കുവാൻ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യമാണ്. ദൈവത്തോട് അടുത്തു ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവീൻ. വിശുദ്ധ നോമ്പിലെ ചിന്തയ്ക്കും ധ്യാനത്തിനും ഏറ്റവും അനുയോജ്യമായ ഒരു തിരുവചന ഭാഗം ആണ് ഇത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ യെരുശലേമിന്റെ 1-ാമത്തെ എപ്പിസ്കോപ്പായും പുണ്യവാനുമായിരുന്നു. ദേവാലയത്തിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പുറജാതികളുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി ഈ സാർവത്രിക ലേഖനം AD 61 യെരുശലേമിൽ വെച്ച് എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനിയും നമുക്ക് നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് കടക്കാം. ദൈവത്തോട് അടുക്കുവീൻ, അവൻ നിങ്ങളോട് അടുക്കും. ദൈവം എപ്പോഴും സമീപസ്ഥൻ, മനുഷ്യനാണ് അകലുന്നത്. മുടിയൻ പുത്രന്റെ പിതാവ്, മുടിയൻ പുത്രൻ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രധാനി കൈകളാണ്. അവ ശുദ്ധമായിരുന്നാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അക്രമം, അനീതി, വക്രത, വഷളത്തരം, മറ്റുള്ളവരുടെ കണ്ണുനീർ ഇവയൊന്നുമില്ലെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. ഇന്നീ ലോകം എരിയുന്ന തീച്ചൂളയിലാണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ശാസ്ത്രത്തിന്റെ അഗ്നി നമ്മുടെ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ലഹരി കേസുകൾ പെരുകുന്നു. 59 ദിവസം കൊണ്ട് 70 കൊലപാതകം ലഹരി നിമിത്തം ഉണ്ടായി എന്ന് പേപ്പറിൽ വായിക്കുവാനിടയായി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഇവയൊക്കെയും സംഭവിക്കുന്നത്. മോശ വിശുദ്ധമായ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന് വിജയവും അമാലേക്യർക്ക് തോൽവിയും ഉണ്ടായി. ഇസ്രായേലിൽ അപവാദം ഉണ്ടാക്കിയ ദാവീദിന്റെ പ്രാർത്ഥനയും ഉപവാസവും കുഞ്ഞിന്റെ മരണവും അനുസ്മരിക്കുക. ദാവീദ് രാജാവ് പാപത്തിന്റെ പാശത്തിൽപ്പെട്ടപ്പോഴും നിശയുടെ നിശബ്ദതയിൽ അനുദപിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ തരണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അനുദപിച്ച് പ്രാർത്ഥിച്ചു. ഇരുമനസ്സുള്ള തലമുറയാണ് ഇന്ന് സമൂഹത്തിന് വെല്ലുവിളി. അകത്ത് കത്തിയും പുറത്ത് ഭക്തിയുമായി പെരുമാറുന്നവർ. ഹൃദയശുദ്ധിയുള്ളവരായി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. ദൈവം നമ്മിലേക്ക് അടുത്തു വരുവാനും നമ്മൾ അവനിലേക്ക് അടുക്കുവാനും ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ഉണ്ടാകണം. അതോടൊപ്പം ദൈവസന്നിധിയിൽ താഴ്മയോടെ നമ്മെ തന്നെ സമർപ്പിച്ച് അവനിലേക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനം 16:8 പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യഹോവ മുൻപേ വഴികാട്ടിയായി പോകുന്നു, അതുകൊണ്ട് വഴി തെറ്റുകയില്ല. പിന്നീട് ചിത്രം മാറുകയാണ്. യഹോവ അംഗരക്ഷകനായി വലത്തുഭാഗത്തുണ്ട്. പെസഹ വ്യാഴാഴ്ചയിലെ കാൽകഴുകൽ ശുശ്രൂഷയിലെ ഒരു ഗീതം ശ്രദ്ധിക്കുക. നിഗളികളെ നോക്കിൻ, ഡംബികളെ കാൺമിൻ, തന്നെത്താൻ നിങ്ങൾ ശോധന ചെയ്വിൻ. കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും വസിപ്പാൻ നമ്മുടെ നോമ്പും ഉപവാസവും സംഗതിയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.